നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി ഒന്നാട് വെച്ച് വളരെ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CIT ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനങ്ങൾ നാം സംഘടിപ്പിക്കാറുണ്ട്. ജില്ലയിലെ ട്രേഡ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു സഖാവ് രാഘവൻ. ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടും സംസ്ഥാന കമ്മിറ്റിക്കകത്തും ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരായി വന്നു. ജില്ല രൂപീകരിച്ചതിന് ശേഷം ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അതോടൊപ്പം സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നിരവധി സംഘടനകളുടെ യൂണിയനുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള ചിലവായിരുന്നു രാഘവൻ. സാധാരണയായി നമുക്കറിയാം, തൊഴിലാളി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ മഹാഭൂരിപക്ഷം പ്രവർത്തകർ തന്നെ തൊഴിലാളി സംഘടനകളോട്, തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്ത് വലിയ നിലയിൽ ജില്ലയിലെ അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ധാരാളം അനുഭവം രാഘവന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, സംഘടനാ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പങ്കെടുത്താലും ആ പങ്കെടുക്കുന്ന സ്ഥലങ്ങളെ എല്ലാവരെയും പേരെടുത്ത് വിളിക്കാൻ, അവരുടെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒരു യോഗസ്ഥലത്ത് പോയാൽ ആ പ്രദേശത്തെ ഏതെങ്കിലും തൊഴിലാളിയുടെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി, കുടുംബാംഗങ്ങളുമായി സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ധാരാളം അനുഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രാഘവന്റെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏത് പ്രദേശത്ത് പോയാലും സ്വന്തം കുടുംബാംഗത്തെ പോലെ ചേർത്ത് പിടിക്കുന്ന രാഘവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ വേണ്ടി കഴിയും. ആ വ്യക്തിബന്ധം തുടർച്ചയായി നിലനിർത്തുന്നതിന് വേണ്ടി, അവരുമായി തുടർച്ചയായി ബന്ധപ്പെടുന്നതിന് വേണ്ടി തയ്യാറാകുന്ന സവിശേഷമായിട്ടുള്ളൊരു സ്വഭാവം രാഘവനുണ്ടായിരുന്നു. അതോടൊപ്പം തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പുതിയ ആളുകളെ നേതൃത്വ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേഡർമാരുടെ കഴിവുകൾ കണ്ട് അവരെ പ്രത്യേക ചുമതലകൾ ഏൽപ്പിക്കുകയും ആ ചുമതല ഏൽപ്പിച്ചാൽ അതോടുകൂടി തന്നെ ഉത്തരവാദിത്വം തീർക്കും എന്ന നിലയിലേക്കല്ല, ആ ചുമതല ഏൽപ്പിച്ച സഖാക്കളെ നിരന്തരം ബന്ധപ്പെടുന്നതിന് വേണ്ടി, അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് നിലയിലാണ് ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ആശയധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരം രണ്ട് തൊഴിലാളികളെ ഒരു ഹോട്ടലിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഇത്ര വലിയ സമരം ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന നിലയിലേക്കുള്ള ചർച്ച പൊതു സഹകരിക്കുന്ന സമരമായിട്ട് ആ സമരം മാറി. 1-ാം ദിവസം മുതൽ 42-ാം ദിവസം സമരം അവസാനിക്കുന്നത് വരെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്ന് പറയുന്ന സകല സമയങ്ങളിലും രാഘവന്റെ അന്വേഷണം, സമരത്തിന്റെ രീതി, ഓരോ ദിവസവും ആളുകളുടെ പങ്കാളിത്തം, പിറ്റേ ദിവസം നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം സമരം തീർക്കുന്നത് എങ്ങനെ എന്ന നിലയിലേക്കുള്ള ചർച്ച വ്യാപകമായി ഉയർന്നു വന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ആ സമരം അന്ന് രാഘവന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാം, കാലിന് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. തന്റെ ആരോഗ്യ സ്ഥിതിയെ സംബന്ധിച്ച് പോലും വിസ്മരിച്ച് ആ സമരത്തിൽ ഞാൻ തന്നെ സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന പ്രഖ്യാപനമാണ് 42-ാം ദിവസത്തെ മാർച്ചിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഉടനെ തന്നെ
കട്ടിലും മറ്റു സംവിധാനങ്ങളും ഒരുക്കി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അത് വൈകുന്നേരത്തോടുകൂടി ജില്ലയുടെ നാനാഭാഗത്തു നിന്നോ തൊഴിലാളികൾ ഇരമ്പിയാർക്കുന്ന പ്രതിഷേധവുമായിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന അനുഭവം ഉണ്ടായി. ഈ ജില്ലയിലെ സമുന്നതനായിട്ടുള്ള നേതാവ് ഈ ഒരു വിഷയത്തിൽ സത്യാഗ്രഹവുമായി മുന്നോട്ടേക്ക് പോയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിളിവരികയും ചീഫ് സെക്രട്ടറിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്, ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന് നേരിട്ട് അഭ്യർത്ഥിക്കുന്നതല്ല ഉണ്ടാകുന്ന ആവേശകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞതുപോലെ അടിയന്തരമായി തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് സെക്രട്ടറി വന്ന് രാഘവനുമായി സംസാരിക്കുകയും രാഘവൻ വ്യക്തമായി എഴുതി നൽകിയാൽ മാത്രമേ, രേഖാമൂലം ഉറപ്പുകൾ നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന നിലയിലേക്ക് ആവശ്യം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി അവിടെ വെച്ച് ബന്ധപ്പെട്ട് രേഖാമൂലം ഉറപ്പു നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പങ്കെടുക്കാത്ത ആളുകൾ ഉൾപ്പെടെ ചില പ്രയാസങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ മത്സരിച്ച് ആ സമരം വിജയിപ്പിക്കാൻ മുന്നോട്ടേക്ക് വരികയാണ്. കഴിഞ്ഞ 13 ദിവസമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, മഹിളകളുടെ നേതൃത്വത്തിൽ, കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ, കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ മറ്റു ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം മത്സരിച്ച ആളുകളെ പങ്കെടുപ്പിച്ച് സമരം നടത്തുന്ന ആവേശകരമായിട്ടുള്ള അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. 1945 ജനിച്ച് ഏതാണ്ട് 3/4 നൂറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു ജീവിതമാണ് 2022 ജൂലൈ 3-ാം തീയതി അവസാനിച്ചത്. ആ ജീവിതം നമ്മുടെ നാട്ടിലെ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഘവേട്ടനെ ഓർമ്മിക്കുന്നതിന് നമ്മളെല്ലാം ഈ പോയ 3 വർഷം എന്നതുപോലെ ഈ വർഷം വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട്. മരിച്ചവരെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതപരമായ വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായി നടത്തുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ തീയ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ചത്തോറുട്ട് എന്നാണ് ആ ചടങ്ങിനെ പറയുക. പൊതുവയിൽ പെൺപടയിൽ അങ്ങനെ പറയുന്നറിയില്ല. ചത്തോർക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ചത്തോറുട്ട്. അതെ, അത് അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ചിക്കൻ, പായസം ഒക്കെയുള്ള നല്ല സദ്യ തന്നെയാണ് ഈ ചത്തോർക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ അതിന് ആണ്ട് നിറച്ചാൽ പറയും. പള്ളിയിൽ ഉസ്താദൊക്കെ വന്ന് ഖുർആൻ തോന്നി, യാസീൻ എന്ന് പറയുന്ന സൂറത്ത് തോന്നി, നെയ്ച്ചോറ്, ബീഫ്, പരിപ്പ്, പപ്പടം. അന്ന് ബിരിയാണിയാണ്. ബിരിയാണി പെരുന്നാളിലുണ്ട്. അതുകൊണ്ട് ഈ മരിച്ച ആണ്ടിന് ചെറുതായിട്ട് കിട്ടുന്നതുകൊണ്ട് അതെന്താണ് നെയ്ച്ചോറ്, ബീഫ്, പരിപ്പ്, പപ്പടം അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾക്കിടയിൽ ഓർമ്മ പെരുന്നാൾ എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു ദിവസം, വീട്ടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അങ്ങനെ നമ്മുടെ കൂടെ ഒരാൾ നമ്മുടെ കൂടെ ഇല്ല. അന്നത്തെ ദിവസം ഇങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ വെക്കുന്നത് ശരിയാണ്. പക്ഷെ എന്താ ന്യായം? കുടുംബക്കാർ പറയൂലേ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ? തറവാട്ടുകാർ പറയൂലേ? അല്ലാതെ മരിച്ചയാളോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടാക്കുന്നതല്ല. ഇതെല്ലാം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ എന്ന് മട്ടിലാണ്. അപ്പൊ കുടുംബത്തിൽ മരിച്ചുപോയ ആളുകളെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇത്തരം ചടങ്ങുകൾ ആർക്കാനോ വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്. അത് മരിച്ചവരും നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. എന്നാൽ നമ്മൾ ജനാധിപത്യവാദികൾ നമുക്ക് മുന്നേ കടന്നുപോയ പൂർവ്വസൂരികളായ രാഘവേട്ടനെ പോലെയുള്ളവരെ ഓർമ്മിക്കുന്നത് അങ്ങനെ ആർക്കാനോ വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടല്ല. നമ്മളും നാം അനുസ്മരിക്കുന്ന സഖാവും തമ്മിലുള്ള അങ്ങേയറ്റം വൈകാരികമായ ഒരു ഹൃദയടുപ്പത്തിന്റെ ഭാഗമാണ്. ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ കാലത്തൊരു വലിയ പൊളിറ്റിക്കൽ ടൂളാണ്, ഒരു വലിയ രാഷ്ട്രീയ ഉപകരണമാണ് ഓർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് ശക്തമായി തിരിച്ചറിഞ്ഞൊരു കൂട്ടരാണ്. ഗാന്ധി വധം ഇനി
CBSEയുടെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഗാന്ധിജിയെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ RSS ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കില്ല. കാരണം ഗാന്ധിയൻ ആശയം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരാണ്. അത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം. മുഗൾ ഭരണകാലം ഇനി ചരിത്ര പാഠപുസ്തകത്തിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഗളന്മാരുടെ ഭരണകാലത്തെ ഓർമ്മിപ്പിച്ചാൽ പിന്നെ ഇന്ത്യ ഒരു ഏകമത രാഷ്ട്രമാണ് എന്ന RSSന്റെ സിദ്ധാന്തം നിലനിൽക്കില്ല. ഇതൊരു ബഹുമത രാഷ്ട്രമാണ്. വിവിധ ജാതിക്കാരും മതക്കാരും ഒക്കെ ഇവിടെ അധികാരികൾ പോലും ആയിട്ടുണ്ട്, ഭരണക്കാർ പോലും ആയിട്ടുണ്ട് എന്ന പാഠം ആളുകളുടെ മനസ്സിൽ ഓർമ്മയായി നിലനിന്നാൽ പിന്നെ ഈ രാജ്യത്തെ വളരെ എളുപ്പം അവർക്ക് ഏകമത രാഷ്ട്രമാക്കാൻ കഴിയും. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഇനി സയൻസിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതുകൊണ്ട് ശാസ്ത്രബോധവും യുക്തിചിന്തയും എല്ലാം വളരുന്ന ഒരു സമൂഹത്തിൽ RSSന്റെ പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് വേഗം സ്വീകാര്യത ലഭിക്കും. ഓർമ്മകൾ, ശാസ്ത്രത്തിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ ആശയങ്ങളുടെ വളർച്ചയ്ക്ക് വേണം എന്നവർക്കറിയാം. ഓർമ്മ ഒരു ഗംഭീരമായ പൊളിറ്റിക്കൽ ടൂളാണ് ഇന്നത്തെ കാലം. നമ്മൾ ജനാധിപത്യവാദികളും ആ ഓർമ്മയെ തന്നെ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും സങ്കീർണമായ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ, നമ്മൾ എങ്ങനെ നമ്മളായി എന്നുള്ളത് കടന്നിട്ട മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ കുറത്തി എന്ന കവിതയിൽ നമ്മൾ നെഞ്ചിൽ കുത്തി ചോദിക്കുന്ന അങ്ങനെയാണ്: നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്നുള്ളതാണ്. കരുവള്ളൂർ വഴി ധാരാളം പാട്ടും നാടകമൊക്കെ എഴുതിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട നാടകം അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന നാടകം. ഒരൊറ്റ കഥാപാത്രമുള്ള ഒരു നാടകമാണ്. കണ്ണൂർക്കാരിയുടെ ലളിത മധു ഏതാണ്ട് 10,000 വേദികളിലാണ് 10 വർഷം കൊണ്ടാണ് നാടകം അവതരിപ്പിച്ചത്. കയ്യൂരിലെ അപ്പുവിന്റെയും ചിരുവന്റെയും കുഞ്ഞുകുമാരുടെയും ഒപ്പം ബ്രിട്ടീഷുകാർ കഴിവത്തിലെത്തിയ പള്ളിക്കാർ അബൂബക്കറിന്റെ വയസ്സായ ഉമ്മയെ കഥാപാത്രമായി സഞ്ചരിച്ചുകൊണ്ടുള്ള നാടകം. ഒരു 3/4 മണിക്കൂർ നാടകം. പക്ഷെ അതിനെ 2-3 സ്ഥലത്ത് ആവർത്തിക്കുന്ന ഒരു ഡയലോഗ്: ഓർമ്മിക്കാനുള്ള മോനെ രസമം, മറക്കാൻ എന്ത് എളുപ്പം എന്നാണ്. ഓർമ്മ ഒരു അലോസരവും മറവി ഒരു അനുഗ്രഹവുമായി കരുതുന്ന കാലത്തോട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ, നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് അനുസ്മരണം. ആണ് നമ്മളിതൊരു ആചാരം പോലെ നടത്തുന്നത്. പിൽക്കാലത്ത് രാഘവേട്ടന്റെ പൊതുജീവിതത്തിലുടനീളം വലിയ നിലയിൽ തുടരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 4 നൂറ്റാണ്ടുകാലം 1989 മുതൽ 2022 വരെ 2012 വരെ നമ്മുടെ ജില്ലയിലെ CITUവിന്റെ ജനറൽ സെക്രട്ടറിയായി അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ നേതൃത്വം അവരോടാണ് ഈ ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനം ഉജ്ജ്വലമായ ഒരു സമരം സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ആ സമരമുഖത്ത് ഉൾപ്പെടെ നേതൃത്വം നൽകി നമ്മുടെ ജില്ലയിലെ CITUവിനെ തൊഴിലാളി പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമാക്കി വളർത്തിയെടുക്കുന്നതിൽ രാഘവേട്ടൻ നൽകിയിട്ടുള്ള പങ്ക് ഏറ്റവും വലിയ നിലയിൽ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത്. നമ്മളെല്ലാം ഇന്ന് CITUവിന്റെ ഈ വലിയ നിലയിലുള്ള സ്വാധീനം അങ്ങനെ 12 വയസ്സ് ബാല്യകാലം മുതൽ ഈ പ്രസ്ഥാനവുമായി അനുഭവമുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് രാഘവേട്ടൻ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കലനിയും ഓർമ്മകളെന്ന അത്ഭുത പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കാസർഗോഡ് പ്രദേശത്തെ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പലരും ആ പുസ്തകം വായിച്ചാണെന്നാണ് ചെയ്യുന്നത്. ആ പുസ്തകത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവമാണ്. നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടെ ഇവിടെ സൂചിപ്പിച്ച നേതാക്കളുടെ അടിസ്ഥാനത്തിലും ഉൾപ്പെടെ അന്ന് ഈ യന്ത്രത്തില്ല നമ്മുടെ വിദ്യാർത്ഥികളായി പോകുന്ന സ്ഥലങ്ങൾ അതെല്ലാം ഒരു അനുഭവത്തിലായി എഴുതുമ്പോൾ കാസർഗോട്ടെ CITUവിന്റെ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും സമീപിക്കുന്നത്. കാസർഗോഡിന്റെ ബ്രിട്ടീഷ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് രാഘവേട്ടന്റെ ബ്രിട്ടീഷ് പ്രവർത്തനത്തിന്റെ ആരംഭം മുതലുള്ള ചരിത്രമാണ്. അദ്ദേഹം ഒരു വിഭാഗം എഴുതി ഹോട്ടൽ ഹോംലിക്സ് എന്ന സ്ഥാപനത്തിന്റെ സമയം അദ്ദേഹം സെക്രട്ടറിയും രാമത്തെ പ്രസിഡന്റുമായ കൂടി 5 തൊഴിലാളികളെയും
കേസുള്ള പലപ്പോഴും അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾക്ക് അദ്ദേഹം കാണാൻ പോകുമ്പോൾ അദ്ദേഹം പലപ്പോഴും പറയും, ഞാനാണ് ആദ്യത്തെ ക്രിമിനൽ നേതാവ്, ഞാനിവിടെ മത്സ്യത്തൊഴിലാളികളുടെ സെക്രട്ടറി, അത് സ്വീകരിച്ചിട്ടില്ലല്ലോ, രാവണയുടെ പ്രസിഡന്റാണ്. അങ്ങനെ പ്രവർത്തിച്ച കെ.എസ്. സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ കടപ്പുറത്ത് പോകുന്ന ഇന്ത്യക്കുന്ന് ഭാഗത്ത് സ്ഥാപനങ്ങൾ കാണാൻ ഇറച്ചി സംസ്കരണ കേന്ദ്രമാണ്. കുറേ ആൾ വീടുന്ന സ്ഥാപനമായി മാറുമ്പോൾ അവിടെ സമരം നടത്തുന്നത് ഒന്ന് തൊഴിലാളി തിരിച്ചുകൊണ്ടു. ഇവിടെ തൊഴിലാളി തിരിച്ചുകൊണ്ടപ്പോൾ രാവണം പോയി അവിടെ ഇല്ല. സമരം നടത്തിയ അവസാനം തൊഴിലാളി തിരിച്ചു. പക്ഷേ സമർത്ഥമായ തൊഴിലാളി ആ സ്ഥാപനം കൂട്ടി മകരാജുള്ള സ്ഥാപനം. ഹരിനായകത്തിന്റെ സ്ഥാപനത്തിൽ ലോറി തൊഴിലാളി സംഘടിപ്പിച്ച കഥയാണ് ഞാനിത് പറയുന്നത്. കാസർഗോട്ടെ തൊഴിലാളി സമരത്തിൽ തൊഴിലാളി സംഘടന CIT സംഘടന നേതാവായി പ്രവർത്തകരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും ചെയ്യുന്നില്ല. തീരെ സ്വാധീനമില്ലാത്ത സമയത്ത് ഇവിടെയെല്ലാം പോയി സംഘടന ഉണ്ടാക്കി, തൊഴിലാളി സംഘടന ഉണ്ടാക്കി അവർ സംഘടിപ്പിച്ച് അവർക്ക് ആനുകൂല്യമായി കൊടുത്ത അനുഭവമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിച്ചത്. തുടർന്നുള്ള വിശാലത്തിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് രാഘവന്റെ ജീവിതം പൂർണ്ണമായി ഈ പ്രസ്ഥാനത്തിനോട് സമർപ്പിച്ച ജീവിതമാണെന്ന് പറഞ്ഞാൽ അത്യുപരി. പലപ്പോഴും വളരെ ദീർഘകാലവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായിരുന്ന ഒരു പ്രവർത്തകരെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം കാസർഗോട്ടെ കേരളം അദ്ദേഹം സംഘടിത മേഖലയിലെ തൊഴിലാളികൾ. അദ്ദേഹം പലപ്പോഴും പറയും സംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളി സംഘടിപ്പിക്കുന്നത്. ഞാനെല്ലാം അങ്ങനെ ഇവരുടെ പ്രവർത്തകനായാണ്. ഞാനൊരു ഓട്ടോ തൊഴിലാളി കൊടുത്തത് KSRTC തൊഴിലാളിയായി KSRTCയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാസർഗോഡ്. അത് പരിചയപ്പെട്ട ആളുകൾ അദ്ദേഹം വളരെ കൃത്യമായി ആരുമായി അന്ന് പ്രശ്നമില്ല, അതൊക്കെ പഠിച്ചോളൂ. AITC തർക്കമാണ് ഇതിരുന്ന സംഭവത്തിൽ. അവിടെ തർക്കം, ആ തർക്കത്തിന്റെ അവസാനത്ത് AITC സംഘർഷമായി. അത് വിശദീകരിക്കുന്നതിനുള്ള ജാഥയാണ് 5 ദിവസത്തിനുള്ളിൽ. ഇതുവരെ കച്ചവടമാണ് പ്രധാനപ്പെട്ട സ്വീകരിച്ച മറ്റു നേതാവ്. കച്ചവടം ഞാൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ആ ജാഥയിൽ പോയപ്പോൾ എന്താണ് കുടി വ്യവസായം, എന്താണ് തൊഴിലാളി സംഘടന, എന്താണ് പ്രശ്നം എന്ന കാര്യം തെരുവിൽ കുറിപ്പ് വായിക്കാനും പുസ്തകം. അങ്ങനെ വീട് തൊഴിലാളി വിഷയത്തിൽ പ്രസരിച്ചുകൊണ്ടാണ് വേറെ ഒരു രംഗത്തിൽ ഞാൻ പ്രവർത്തിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് അത് പല രംഗത്തും പല ആൾക്കാരും അങ്ങനെയാണ് വളർത്തിയെടുത്തത്. ഞാൻ പറഞ്ഞ ഒരു സൗകര്യമില്ല. സത്യാഗ്രഹം മുടക്കുന്നതിന് വേണ്ടി പദ്ധതി കിട്ടി. സ്പീക്കറിനെ ചെയർമാനാക്കി രാഘവൻ കൺവീൻ ചെയ്യുന്ന സമ്മേളനം ഇപ്പോഴും CIT സംസ്ഥാന കമ്മിറ്റി നേതൃത്വ സഹാക്കൾ പറയും. കാസർഗോഡ് സമ്മേളനം അവിസ്മരണീയോ, ഇവിടുത്തെ പാർട്ടി പോലീസ് സംഘടനകൾ എല്ലാവരും ചേർന്ന് മഹത്തായ സംഭവമാക്കി മാറ്റി. മോട്ടോർ ഫെഡറേഷൻ ദേശീയ സമ്മേളനം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ദേശീയ സമ്മേളനം കാസർഗോഡ് വെച്ച് നടത്തി വിജയകരമായി. CIT സംസ്ഥാന സമ്മേളനം KSRTC അന്ന് 360 മെമ്പർമാരേ ഉള്ളൂ, 167 മെമ്പർമാരേ ഉള്ളൂ. അന്ന് KSRTC സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടത്താൻ എന്നോട് പറഞ്ഞ് ഇവിടെ നടത്തണം, ഇങ്ങനെ മാത്രമേ പ്രസ്ഥാനം പറയുന്നത്. അങ്ങനെയാണ് 22,000 മെമ്പർഷിപ്പുള്ള കാസർഗോഡ് CIT പ്രസ്ഥാനം 100 ലക്ഷം മെമ്പർഷിപ്പുള്ള 45 യൂണിയനുള്ള പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം മാറി. ഇപ്പോൾ നമ്മൾ ആര് മനസ്സിലാക്കുന്നത് ഇത് ഫോട്ടോഗ്രാഫർ സംഘടന ആ സംഘടന വിജയവാദി കാസർഗോഡ് കേവാശ്വരനും രാഘവനും ഞങ്ങളെല്ലാം ചേർന്ന് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ വിളിച്ചു കൂട്ടി. ഇന്ന് സുരേന്ദ്രൻ മടിക്കി ഇവിടെ ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ സുരേന്ദ്രനാണ് അന്ന് ഇവിടുത്തെ PIR ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ സംഘടനത്തിൽ കൊണ്ടുവന്നത്. ആ സംഘടന ഇപ്പോൾ വളർന്ന് പന്തിരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയായി മാറി. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ സമഗ്രമായ വഴിയാണ്, നല്ല സമഗ്രമായ വഴിയാണെന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോളൂ. സാധാരണഗതിയിൽ സംഘടനാ പ്രവർത്തനം പോലെ ട്രേഡ് പ്രവർത്തനം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം രാഘവന്റെ പ്രവർത്തനത്തിന് എങ്ങനെത്താനും തങ്ങൾക്ക് തീരുമാനിച്ച കാര്യങ്ങൾ നോക്കാം. പാർലമെന്റിലെ ഭൂരിപക്ഷം വെച്ചിട്ട് എല്ലാ നയങ്ങളും ചൂടപ്പം പോലെ പാസ്സാക്കി എടുക്കുന്നത്. നിങ്ങൾ ആര് നിർത്താനും ഞങ്ങൾ ലേബർ കൂടെ നോക്കാം. ആര് നിർത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കും. ആര് നിർത്താനും ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ മുതലാളിമാർക്ക് കൊടുക്കും. രാജ്യത്തിന്റെ സമ്പത്ത് മുതലാളിമാരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ മെക്കാനിസമാണ് ഈ സ്വകാര്യവൽക്കരണം നമ്മൾ കണ്ടുള്ളൂ. നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയും സ്വകാര്യത്തിൽ ഇപ്പോൾ അവസാനം വരെ രക്ഷപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേയാണ്. ഇപ്പോൾ ആളുകൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്തവരാണ്. എന്താ ഉണ്ണിത്താൻ്റെ വന്നോ ഏറ്റവും നല്ല MP കാസർഗോഡ് എല്ലാ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വികസിപ്പിക്കുന്നത്? സ്ഥാപനം വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിൽക്കണമെങ്കിൽ ലാഭകരമായ സ്ഥാപനം മാറണം, മനോഹരമായ അന്തരീക്ഷം ഉണ്ടാകണം. അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പരിപാടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
കാറ്റോറിന്റെ വില 1 രൂപയിൽ നിന്ന് 10 രൂപയിൽ വർദ്ധിപ്പിച്ചു. പ്രായമുള്ളവർക്ക് ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും 60 വയസ്സിന് പ്രായമുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദ് ചെയ്തു. സ്ലീപ്പർ ക്ലാസിന്റെ എണ്ണം കുറച്ചു, സ്ലീപ്പർ ക്ലാസിന്റെ ബോഡിയുടെ എണ്ണം കുറച്ചു. ഇപ്പോൾ ബോഗി മുഴുവൻ കേരള ശരിയുമാണ്. വരുമാനം വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കണം, ലാഭമുള്ള കമ്പനിയെ വിൽക്കാൻ സാധിക്കും. അതിനാവശ്യമായ തരത്തിലുള്ള പണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഇന്ത്യൻ റെയിൽവേ വിൽപ്പനൊക്കെ വെച്ചിരിക്കുന്ന തിരക്കാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനി നടത്തി എന്ത് സംഭവിക്കുന്നതായിട്ട് നോക്കിച്ചാൽ മതി. ഇന്ന് പരിമിതമായ യാത്രാ സൗകര്യമാണെങ്കിൽ പോലും ചെലവ് ചുരുങ്ങിയ യാത്രാ സൗകര്യം പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ സ്വകാര്യ മുതലാളിമാരുടെ കയ്യിലെത്തിയാൽ അവർ തീരുമാനിക്കും. ഡീസൽ വില വർദ്ധിക്കുമ്പോൾ, കൽക്കരിക്ക് വില വർദ്ധിക്കുമ്പോൾ, നടത്തിപ്പ് വില വർദ്ധിക്കുമ്പോൾ റെയിൽവേ ടിക്കറ്റ് ചാർജ് വർദ്ധിക്കും തീരുമാനിക്കും. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറുമെന്നിങ്ങനെ നിലനിർത്തുകയില്ല, തനത് തരിപ്പണമാകും. നമുക്ക് വരുന്ന റെയിൽവേ വഴി വാഹനം വഴി ജനിക്ക് വില കൂടും, തുണിക്ക് വില കൂടും, രാസവളത്തിൻ്റെ വില കൂടും, സിമെന്റ് വില കൂടും, കമ്പിക്ക് വില കൂടും. സർവ്വമേഖലയിൽ തീവ്രമായ പ്രത്യേകത വില കൂടും. ഈ അപകടം രാജ്യത്തെ തൊഴിലാളി പഠിപ്പിക്കുന്ന പണിയാണ് സീറ്റ് എടുക്കുന്നത്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സംഘടിക്കാൻ സമരം ചെയ്യാൻ കൂട്ടായി വരിക. ലേബർ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കണ്ട, സംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് മാത്രമാണ് ബാധകമുള്ളൂ. സംഘടിക്കാൻ സാധിക്കില്ല, യൂണിയൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ 100 പേരെ പിരിച്ചുവിടുന്ന സർക്കാർ അനുമതി കൊടുക്കും. അത് 300 ലേബർ കോഡ് പോകും. ഇവിടെ 800 പേരെ പിരിച്ചുവിടാൻ ഒരു സംഭവം വേണ്ട, കുത്തകമാരെ പിരിച്ചുവിടുക. ഇപ്പം ലേബർ കോഡ് തണലിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വരച്ചു കൊടുക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് ഗവൺമെൻറ് പോകും. അതിന് 2026 ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അവിടേക്ക് കൊടുക്കും. ഐഡിയ ആക്ട് പ്രകാരം നമ്മളവിടെ കൂടെ നമ്മുടെ സ്ഥിരീകരണ സമർപ്പിക്കും. ആ സമർപ്പിക്കുമ്പോൾ പറയുന്നത് എന്താ, യൂണിയൻ എല്ലാ രേഖകളും തയ്യാറാകും. എല്ലാ രേഖകളും പരിശോധന തയ്യാറാക്കിയാൽ മാത്രമേ യൂണിയൻ രജിസ്ട്രേഷൻ നിൽക്കൂ. നിങ്ങൾ നോക്കും 968 രൂപയിൽ കാസർഗോഡ് പിടിക്കാൻ വേണ്ടി 968 രേഖ, അതിൻ്റെ അംഗത്വ രജിസ്റ്റർ, അതിൻ്റെ വരവ് കണക്ക്, കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. തയ്യാറായിക്കോട്ടെ. നിർമ്മാണ തൊഴിലാളികളുടെ 26,000 മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉണ്ടാകും. കാസർഗോഡ് യൂണിയനുകളുടെ 4000 രജിസ്റ്റർ ഉണ്ടാകും. നിർമ്മാണ തൊഴിലാളി എല്ലാവർക്കും യൂണിയൻ 19,000 മെമ്പർഷിപ്പിൻ്റെ രജിസ്റ്റർ ആപ്ലിക്കേഷൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകണം. ഞാൻ സൂചിപ്പിക്കുന്നത് ലേബർ കോഡ് നീക്കുന്ന പ്രശ്നമാണ്. ലേബർ കോഡ് എനിക്ക് ഒന്നും പ്രശ്നമില്ലാതെ പോകുന്ന വികാരങ്ങൾ കിട്ടുന്നത് അത് DA കിട്ടുന്നവർക്കല്ലേ, അത് ഗ്രാജുവേറ്റ് കിട്ടുന്നവർക്കല്ലേ, അത് DA അവരുടെ ശമ്പളം അവരെ കിട്ടുന്നവർക്കല്ലേ, അവർക്കല്ലേ കുഴപ്പമുള്ളൂ. 8 മണിക്കൂർ ജോലി, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് എപ്പോഴും 8 മണിക്കൂർ ജോലിയാണ്. പിന്നെ ഞാനിങ്ങനെ പോകണം. ഈ രൂപത്തിലാണ് നമ്മുടെ സഹായങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സിലായിക്കോളണം, ആ നിയമത്തിനകത്ത് പറഞ്ഞാൽ ഒരു ദൂരമായ കാര്യം പറയും. ഇവിടെ നേതാവായിട്ട് ജനറൽ ബോഡി കൂടി നമ്മൾ തീരുമാനിക്കണം. എൻ്റെ യൂണിയൻ പ്രസിഡന്റായിരിക്കും ഈ പ്രതിനിധികൾ ചർച്ച ചെയ്ത് പ്ലാനിൽ വെച്ച് അംഗീകരിക്കും. അതിനകത്ത് പറയുന്നത് ഒരു വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ തൊഴിലുണ്ടാകുമ്പോൾ പുറമേ നിന്നുള്ള നേതാവ് പാടില്ല. തൊഴിലാളി രാഷ്ട്രീയം പഠിപ്പിച്ചതിന് ചരിത്രം നമ്മൾ സമയത്ത് പറയുന്നു. നമ്മളെല്ലാ യൂണിയനകത്തും പുറമേ നിന്ന് നേതാക്കൾ വരുന്നത് തൊഴിലാളികളെ വർഗ രാഷ്ട്രീയം പഠിപ്പിക്കണം. എന്താണ് തൊഴിലാളി രാജ്യത്തിൻ്റെ സംഭാവന, നിങ്ങളുടെ ശക്തി എന്താണ് തൊഴിലാളികളുടെ ഒരു പ്രത്യേകത, തൊഴിലാളികൾക്ക് ഈ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റുണ്ടാക്കാൻ സാധിക്കും. ഈ വർഗരാഷ്ട്രീയം പഠിപ്പിക്കാനാണ് പുറമേ നിന്നുള്ള സഖാക്കളെ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്വീപ്പിലല്ല. ഇത് നന്നായി മോഡിക്കറിയാം. മോഡിക്ക് നന്നായി മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ തോറ്റത് വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ. ആ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇടതുപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി ശക്തമല്ല, പക്ഷേ സീറ്റുകൾ തോറ്റു. നോക്കാൻ കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാജ്യത്താകെ നമ്മൾ സീറ്റ് നിർത്തുന്നത് വളർത്തിയെടുത്ത തൊഴിലാളി കർഷകർക്ക് സമര പോരാട്ടം. ആ സമര പോരാട്ടത്തിൽ സ്റ്റീൽ തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, സ്കൂൾ പാത ജീവനക്കാർ, ആശാവർക്കർമാർ, ഓട്ടോ തൊഴിലാളികൾ, തേയിലത്തോട്ട തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കർഷക സംഘടനകൾ, ഇതെല്ലാം ചേർന്ന് ഐതിഹാസികമായ സമരങ്ങളുണ്ട്. ആ സമരങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി ചിന്തിച്ചു, BJP നയങ്ങൾ ഞങ്ങളെ രക്ഷിക്കില്ല, അപ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ BJP സാധിക്കുന്നതുകൊണ്ടാണ് BJPക്കെതിരായി അവർ വോട്ട് ചെയ്തത്. ആ രാഷ്ട്രീയം മനസ്സിലാക്കി തൊഴിലാളികളെ വർഗരാഷ്ട്രീയം പഠിപ്പിച്ചത് പുറമേ നിന്നുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ടോ ഈ ഇന്ത്യയിൽ രൂപീകരിക്കുന്നത് ഇവിടെ നടത്തും പുറമേയുള്ള നേതാക്കൾ വേണ്ട എന്ന നയം. 100 ഉറുപ്പിഴപ്പോഴാണ് 106 ഉറുപ്പിഴാക്കിയത് ഒരു ബാലൻസിൽ. അത് 70 എങ്ങനെയാണ് 116 വീണ്ടും 68 കുറഞ്ഞു. ഇന്നലെ അനങ്ങുന്നില്ലല്ലോ, വർദ്ധിപ്പിച്ചവരെ കുറക്കുന്നതില്ല. തൊട്ടപ്പുറത്ത് ശ്രീലങ്കയിൽ കുറച്ചു, നേപ്പാൾ കുറച്ചു, പാകിസ്ഥാനിൽ കുറച്ചു. മോഡി മിണ്ടുന്നില്ല. എന്താ കാര്യം?
മോഡിയുടെ കയ്യിലുള്ള കമ്പനികൾ കൂടുതൽ അല്ലെങ്കിൽ 10-40% ഇന്ത്യ രാജ്യത്തെ സ്വകാര്യ മുതലാളിമാരാണ് എണ്ണ കച്ചവടം നടന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഒന്നാം ഘട്ടം നടപ്പാക്കിയത് ഈ പറഞ്ഞ എണ്ണ വ്യാപാരത്തിലാണ്. കോൺഗ്രസ്സാണ് തുടങ്ങിയത്. ആദ്യം വില നിർണ്ണയം കയ്യിൽ വിട്ടു. വില നിർണ്ണയിച്ചത് സർക്കാരാണ്. പെട്രോളിൻ്റെ വില നിർണ്ണയം ആദ്യം വിട്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്ന് ഓയിൽ പ്രത്യേകമായ ഫണ്ടുണ്ടായിരുന്നു. എണ്ണക്കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം അവിടെ നിക്ഷേപിക്കും. ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ കമ്പനികളെ സഹായിക്കാൻ ഈ പൂളിൽ നിന്നും പൈസ എടുത്ത് സഹായിക്കും. അത് റദ്ദ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം അത് വേണമെന്ന് വെച്ചു. എന്നിട്ടാണ് കമ്പനികൾക്ക് അവകാശം കൊടുത്തത്. കമ്പനി ആരാന്ന് വെച്ചാൽ അന്ന് പറയുന്നത് BBC, HPC, IOC ഗവൺമെൻറ് കമ്പനികളാണ്. പിന്നീടാണ് ഈ പറഞ്ഞ SR കമ്പനിയും ഈ പറഞ്ഞ റിലയൻസ് കമ്പനിയും നയാര കമ്പനിയും വന്നത്. അവർ വന്നപ്പോൾ അവരായി നിയന്ത്രണം. അവർ തീരുമാനിക്കും വില കൂടണോ കുറയണോ. ഇപ്പോൾ തീരുമാനിക്കുന്നത് കുറക്കില്ല. ലക്ഷക്കണക്കിന് കോടി രൂപയിലെ ലാഭം ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കിട്ടി, HPCക്ക് കിട്ടി, BPCക്ക് കിട്ടി. അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി. നേർപകുതി പൈസ നികുതിയാണ് കൂട്ടിക്കൊള്ളുന്നത്. പെട്രോൾ ഡീസൽ കൊടുക്കുന്ന പൈസയുടെ നേർപകുതി കേന്ദ്ര സംസ്ഥാന നികുതിയാണ്. ഇവിടെ 2012 ഇടതുപക്ഷത്തിനുള്ളിൽ ഗവൺമെൻറ് പെട്രോൾ ഡീസലിൻ്റെ വില കുറച്ചു. അതേപോലെ ഡീസലിന് കൊടുക്കോ, മോഡി കൊടുക്കോ. ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായ കലാപവും ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരം നമ്മൾ ഓർമ്മയിലുണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെൻറ് കീഴാണ് നമ്മൾ ഭരണം. അവിടെ നമുക്കൊന്നും അറിഞ്ഞില്ല. നമ്മുടെ നാട് വില കൂടിയില്ല. പൊതുവിധ സമ്പ്രദായമുണ്ട്, മാവേലിച്ചുകൊണ്ട് നില സംവിധാനമുണ്ട്, എല്ലാവർക്കും പെൻഷനുണ്ട്, എല്ലാവർക്കും ജീവസാഹചര്യമുണ്ട്, വരുമാനമുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോയി. അവിടെയാണ് നമ്മൾ കാണുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ നോയിഡ സമരം. നോയിഡ പോലുള്ള മനേശ്വരം പോലുള്ള പട്ടണങ്ങളിൽ അവിടെ സമരം ചെയ്തതാരും CIP-കാരില്ല. ഇന്ധന വിലക്കയറ്റം വന്നപ്പോൾ, പായ ഗ്യാസിന്റെ വിലക്കയറ്റം വന്നപ്പോൾ കരാർ തൊഴിലാളി പമ്പൻ കപ്പൽ ഉരുക്ക് നിർമ്മാണശാലയിലെ നിർമ്മാണ തൊഴിലാളികളാണ് ശടമടം ചെയ്തിട്ട് 11,000 മുതൽ 13,000 വരെ ശമ്പളം. ഗ്യാസിന് മാത്രം 500 കൂടി. ഭക്ഷണം പാചകം അറിയുന്നില്ല. കിട്ടുന്ന വരുമാനം രണ്ടും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല. സ്വമേധയാ സമരം കിട്ടുന്നു. ആ സമരത്തെ നമ്മളാണ് പോയി ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ നേതാക്കന്മാരെ ഓടിയെത്തി. ആ സമരം വളർന്ന് പന്തലിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ആ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മിനിമം കൂലിയില്ല. ലോ ഫ്ലോർ വേലയാണ്. ഇന്ത്യക്കാകെ ഒരു കൂലി പ്രഖ്യാപനം എന്നാൽ സതീശൻ വളരെ നടപ്പാക്കും. സതീശൻ നടപ്പാക്കുന്നത് BJP നയമാണ്. BJP നയമാണ് സതീശൻ നടപ്പാക്കുന്നത്. ഞാൻ വിശദീകരിക്കണമല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ധന വിലക്കയറ്റം, അതുമായി ബന്ധപ്പെട്ട കൊണ്ടുവരുന്ന പ്രതിസന്ധി. ഇപ്പോൾ ഓട്ടോ തൊഴിലാളികളായ നാളെ 7-ാം തീയതി വലിയ സമരം നടത്താൻ പോകും. ദേശീയമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് പോകും. ബസ് തൊഴിലാളി മുതലാളിമാരാണ് പണിമുടക്കില്ല. KSRTC സ്ഥാപനത്തിൽ 20% വരും. ഇപ്പോൾ സന്തോഷകരമായ കാര്യമുണ്ട്. സതീശ് നടപ്പാക്കിയ എന്ത് കേരളം ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്ര എന്തൊരു ആവേശം. നല്ല കാര്യം. സ്ത്രീകൾക്ക് സൗജന്യല്ലേ? എത്ര കാലം നിൽക്കും? ആ സ്ഥാപനം നിന്നാലേ സ്ത്രീകൾക്ക് സൗജന്യം കയറാൻ പറ്റൂ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സാർ, എത്ര സമർത്ഥമായിട്ടാണ് നമ്മൾ ഭരിച്ചത്. 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന 1000 രൂപ പെൻഷൻ പദ്ധതി, ഒരു വർഷം 3070 കോടി ചെലവരുന്ന പെൻഷൻ പദ്ധതി. 3070 കോടി. ആ പദ്ധതിക്ക് വലിയാണ് കത്തിവെച്ചു. നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും KSRTC യാത്ര. ഇവിടെ കൊടുത്തു. കാസർഗോഡ് രക്ഷപ്പെട്ടത് ഇവിടെ 10-20 ഓടുന്ന ബസ്സാണ്. പണ്ട് പോലെ ഓടുകയാണ്. മംഗലാപുരത്തേക്ക് ഓടുകയാണ്. എല്ലാത്തിനും കയറും. മധുർക്കാരെ കിട്ടുമോ? ഇന്നിപ്പോൾ സുഖാൻ ചോദിച്ചു മനത്തേക്കുള്ള ബസ് തുടങ്ങുമോ? സുഖാനിപ്പോൾ ചോദിച്ചു മനത്തേക്കുള്ള ബസ് തുടങ്ങുമോ? അല്ലാത്തത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പോകും. KSRTC ബസ് ഓടുന്ന സ്ഥലത്ത് ഈ സൗകര്യങ്ങളുള്ളൂ. ചില ജില്ലകളിൽ ഗ്രാമങ്ങളിൽ ഇല്ല. മഞ്ചേശ്വരത്ത് ബേബിഷീട്ട് കാണുന്ന KSRTC ഉൾനാടൻ പ്രദേശത്ത് എവിടെയില്ല. പക്ഷെ അവിടെ സ്ത്രീകൾക്ക് 1000 കിട്ടുമായിരുന്നു. ഈ പഞ്ചായത്ത് ഈ സംസ്ഥാനത്തിനകത്ത് എല്ലാ ഗ്രാമങ്ങളിലെയും സ്ത്രീകൾക്ക് 30 വയസ്സ് 60 വയസ്സ് വരെ 1000 കിട്ടുമായിരുന്നു. അതെന്താക്കി? ഞാൻ പറഞ്ഞത് അവനതല്ല. KSRTC താങ്ങും. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരു മാസം 100 കോടി 125 കോടി 72 കോടി രൂപ പെൻഷനും 50 കോടി രൂപ ശമ്പളത്തിന് കൊടുത്തുകൊണ്ടാണ് KSRTC പിടിച്ചു നിർത്തിയത്. കണ്ടോളൂ. അവരോടുള്ള സ്നേഹമുണ്ടല്ല. ആ പൊതുമേഖലാ സ്ഥാപനം നിന്നാലേ 10 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ആ സ്ഥാപനം സ്വകാര്യ മുതലാളിക്ക് കൊടുത്താൽ സ്വകാര്യ മുതലാളി ചായക്കടക്കാരൻ വില കൂട്ടിയ പോലെ ചായക്ക് പോകുന്നതും ചെയ്യും.
പെട്രോളും ഡീസലും വില കൂടുമ്പോൾ ചാർജ് കൂട്ടും. അതിൽ കാരണം സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ചെലവിന് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മറ്റാരും കാണിക്കണ്ട. ഇന്ത്യയിൽ 57 RTCകളുണ്ട്. അതിനെ തകർന്ന് തരിപ്പണമായി. അപ്പോഴും ഇത് പിടിച്ചു നിന്നു 4000 ബസ്സുകളുമായി. അപ്പോൾ 125 കോടി അത് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ വിടുന്നില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കണക്ക് ഇപ്പോൾ യാത്രാക്കളെടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു മാസം ശരാശരി 25 കോടി, 900 കോടി രൂപ ഒരു വർഷം ചിലവാകും. ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് കേവലം 600 കോടി രൂപയാണ്. അവിടെ 300 കോടി കുറവ്. 13,500 കോടിയാണ് കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്ത് KSRTCക്ക്. മനസ്സിലാക്കിക്കോളും, ഈ ഗവൺമെൻറ് കൊടുക്കൂല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, സ്വമേധയാ ഈ സ്ഥാപനം നിന്നു പോകും. അതിനേക്കാൾ വലിയ അപകടം MB ആക്ട് ഭേദഗതി. ഇന്നത്തെ പത്രത്തിൽ വായിച്ചോളണം. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പിടിക്കണം, സ്വകാര്യ ബസ്സിൽ പിടിക്കണം, KSRTC പിടിക്കണം, ഓട്ടോറിക്ഷ പിടിക്കണം. എന്തായിരുന്നു സ്ഥിതി? 15 വർഷമുള്ള KSRTC ബസ് 1610 മോഹൻ കണക്കറിയാം. 1610 വാഹനങ്ങൾ. ആ വാഹനം പൊളിക്കും. കാസർഗോഡ് ജില്ലയിൽ 10-40 ബസ്സുകൾ പോവും. സ്ത്രീകൾ എവിടെ യാത്ര ചെയ്യും? ആ സ്ഥാപനത്തിൽ ഭാഗം വിധിയുണ്ടാവും. ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ഭാഗത്ത് BJPയുടെ നയം, അതിൻ്റെ തകർച്ച, മറുഭാഗത്ത് പുതുതായി ഈ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി തകരുന്നത് ഈ പറഞ്ഞ മോട്ടോർ വ്യവസായം മാത്രമല്ല. ഞങ്ങൾ വിജ്ഞാന മന്ത്രിയെ കാണാൻ പോയി. 7-ാം തീയതി കാസർഗോഡ് കായനാട് വരുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല എങ്ങനെ എവിടെ എത്തുന്നു. ഈ സൗകര്യം പ്രഖ്യാപിച്ചത് അദ്ദേഹം ആലോചിച്ചിട്ടില്ല. എന്ത് സംഭവിക്കും എനിക്കറിയില്ല. 60 കോടി അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ സൗഹാർദ്ദം പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് നന്മ കിട്ടില്ല, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. നമ്മൾ നല്ല പണിയെടുത്തു. സംഖ്യയിൽ സ്വന്തം സെക്രട്ടറി വെച്ചാൽ 2ാമത് വർഷം സർവകലാശാലകളുടെ മുഴുവൻ അവരുടെ കയ്യിലായി. വൈസ് ചാൻസലർ പോലും മെമ്പർമാരുടെ പ്രധാനപ്പെട്ട കീ പോസ്റ്റെല്ലാം RSSകാർ ഇപ്പോൾ നിരങ്ങുകയാണ്. സംഘപരിവാര നയം നടപ്പാക്കുന്ന കാര്യം പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വളരെ സമർത്ഥമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദത്തിന് പോകുന്നില്ല. വിഷയങ്ങൾ നമ്മൾ നോക്കൂ. വാട്ടർ അതോറിറ്റി കൂട്ടും, സ്വകാര്യവൽക്കരിക്കും. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കും. KSRTC ശരിയാക്കും. അതിനെ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിക്കുകയാണ്, അവർ നയം അവർ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഓരോ നടപ്പാക്കും. സ്വന്തക്കാരെയും ബന്ധക്കാരെല്ലാം ഞങ്ങൾ നിയമിക്കും. സ്വന്തം അളിയെ റവന്യൂ മന്ത്രി നിയമിച്ചു, സണ്ണി ജോസഫ്. തിരിച്ചുവിട്ടു. സ്വർണ്ണക്കള്ളക്കേസിൽ, ശബരിമല കേസിൽ സ്വർണ്ണം കെട്ട പ്രതികളുടെ വക്കീലിനെ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലറെ നിയമിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചോ, വെങ്കട്ട ഈ നാട്ടിൽ കൊണ്ടുപോകുന്നത്. ബഹളം വന്നപ്പോൾ അത് പിരിച്ചുവിട്ടു. ഇപ്പം തർക്കമാണ്. ഇപ്പോഴും പേഴ്സണൽ സ്റ്റാഫായിട്ടില്ല. പോട്ടെ, അതവരെ വ്യക്തിപരമായ കാര്യം. നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന കരാർ തൊഴിലാളികൾ എല്ലാവരെയും പിരിച്ചുവിടുന്നാണ് പറയുന്നത്. ഇപ്പോൾ കുടുംബശ്രീയിലെ 2,300 ജീവനക്കാർ 134 പേര് ഇന്നലെ പിരിച്ചുവിട്ടു. ഒന്നാണ്. ബാക്കിയുള്ള ലിസ്റ്റ് സെപ്റ്റംബർ മാസത്തിന് മുമ്പേ കൊടുക്കണം. സർക്കാർ പറയുന്നത് സെപ്റ്റംബർ നീട്ടി 3 മാസം മുമ്പ് വരെ സർക്കാർ അനുമതി വാങ്ങാതെ ഇനി ആർക്കും പുതുക്കി കൊടുക്കാൻ പാടില്ല. അതിൻ്റെ പച്ച മലയാളം പിരിച്ചുവിടുക. എല്ലാവരെയും സ്ഥലം മാറ്റിയിടും. അവർക്ക് താല്പര്യമില്ലാത്ത എല്ലാവരെയും സ്ഥലം മാറ്റിയിടും. എല്ലാ മാനദണ്ഡവും ലംഘിച്ചു പോകും. സീനിയോറിറ്റി മാനദണ്ഡം, എല്ലാ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് 10 വർഷം സ്ഥലം മാറ്റം വന്നത്. ഒരു കോൺഗ്രസ്സുകാരെയും ഇന്ത്യക്കാരെയും നമ്മൾ മാറ്റിയിട്ടില്ല. ഇപ്പം തെരഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. KSRTC തീവാവിൽ നിന്നും 21 പേരെ മാറ്റി. അവർ CITക്കാരാണ് മാറ്റിയത്. അവിടെ സമരം നടത്തിയിരുന്നു. KSC അധ്യാപകന്മാർ ഇപ്പോൾ സമരം എന്താണ്? KG നമ്മൾ കാസർകോട്ടെ KG ജില്ലാ പ്രസിഡന്റ് രാഘവൻ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്. പട്ടികജാതി വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഏറ്റവും നന്നായി ഈ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സിലൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കൊല്ലത്തെ പൊതുവിലേക്ക് മാറ്റി. ഒരു സംരക്ഷണം കൊടുത്തില്ല. എല്ലാവരും തലങ്ങുതലങ്ങ് മാറ്റുകയാണ്. അപ്പം ഞാൻ പറയുന്നത് നന്മ പ്രതീക്ഷിക്കുന്നതിലാണ്. കേരള സംസ്ഥാനത്തിൻ്റെ നേടിയ എല്ലാ നേട്ടങ്ങളെയും തകർക്കുന്നതിനാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് വെബ്കോയും സിവിൽ സപ്ലൈസും ഞങ്ങൾ ലയിപ്പിക്കും. എന്തായിരിക്കും സ്ഥിതി? ഏറ്റവും നന്നായി പോകുന്ന സ്ഥാപനമാണ് വെബ്കോ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടത്തിലേ പോകും. രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് രണ്ടിനെ ഇല്ലാതാക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രഖ്യാപിക്കുന്ന എല്ലാ നയങ്ങളും കേരള സമൂഹത്തിനെതിരാണ്. ആരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ച കാര്യം നടത്താൻ ധിക്കാരമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വിറ്റു. വിഴിഞ്ഞം തുറമുഖം
തുറമുഖ വകുപ്പും നിയമവകുപ്പും എല്ലാം ധനകാര്യ വകുപ്പും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. വളരെ സമർത്ഥമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ പോയി കരാറുണ്ടാക്കി, അദാനിയുമായി കരാറുണ്ടാക്കി വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ അദാനി ഓഹരി വേറെ കമ്പനിക്ക് കിട്ടി. ആ സ്ഥാപനം നന്നായിട്ട് US എന്ന് പറയുന്ന സെക്രട്ടറിയെ മാറ്റി. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഭരണമാറ്റത്തിന് UDF ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധവും സമരവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സമരമെല്ലാം നമ്മൾ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുകൊണ്ടി വരും. അപ്പോൾ നമുക്ക് രാഘവട്ടൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ഞാൻ തന്നെ മറ്റൊരു പരിപാടി രാഘവട്ടനുള്ള പരിപാടി വൈകുന്നേരം സ്വരാജ്യ വകുപ്പ് ഞാൻ ഈ പരിപാടികളിലൊക്കെ കഴിഞ്ഞ രാഘവട്ടൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനാചരണ പരിപാടികൾ നമ്മൾ കൃത്യമായി സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ദിനാചരണങ്ങൾ കഴിയുമ്പോഴും സഖാവ് രാഘവട്ടൻ്റെ പരിപാടികളിൽ ആളുകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു എന്നൊരു പ്രത്യേകത സഖാവ് രാഘവട്ടൻ്റെ പരിപാടികളെ സംബന്ധിച്ചു. അത് രാവിലെ കഴിഞ്ഞ 4 വർഷവും രാവിലത്തെ പ്രഭാത വേദിയിൽ ഞങ്ങൾ പങ്കെടുക്കാറ്, വൈകുന്നേരം അനുസ്മരണ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത്, രാഘവേട്ടൻ ജീവിച്ചിരുന്ന രാഘവേട്ടനേക്കാൾ കൂടുതൽ തൊഴിലാളികൾക്കിടയിൽ മരിച്ച രാഘവേട്ടനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമായതാണ്. ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകിയാണ് സഖാവ് രാഘവട്ടൻ യാത്ര തിരിച്ചിട്ടുള്ളത്. ആ മാതൃകയെ നമുക്കൊക്കെ അതിനടുത്ത് പോലും, അല്ലെങ്കിൽ അതിന് 100% ആയിട്ട് പോലും ചിലപ്പോൾ നമ്മൾ വെക്കാൻ വേണ്ടി കഴിയുന്നതില്ല. പക്ഷെ പുതിയ കാലം അങ്ങനെയല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ പുതിയ കാലത്ത് എല്ലാ നിലയിലേക്കുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ വർഗപ്രസ്ഥാനത്തെ, തൊഴിലാളി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളൊരു ഭരണം കേരളത്തിനകത്ത് നമുക്കുണ്ടായിരുന്നു. പരിഭവങ്ങൾ നമുക്ക് ഒട്ടേറെ ഉണ്ടായിരുന്നു. പരിഭവം പറയാൻ, ഉണങ്ങാൻ, കലഹിക്കാൻ, പണിമുടക്കാൻ ഒക്കെ നമുക്ക് തന്നെ ഒരു ചുമരുണ്ടായിരുന്നു. ആ ചുമര് നമ്മളുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ടാണ്, ഞാൻ നിങ്ങൾ മടങ്ങുന്നവരുടെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് ആ ചുവരിൽ ഇപ്പോൾ ചിത്രം വേറെയുള്ള ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. ആ ചുവര് നഷ്ടപ്പെടുന്നു. നമ്മുടെയൊക്കെ ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. എന്തായിരുന്നു ഇടതുപക്ഷം ഈ കേരളത്തിനകത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നതിന്റെ ഗുണം എന്തായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നമ്മുടെ പല സംഘടനാ സംവിധാനങ്ങളും ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതെന്താണ് എന്ന് കേരളം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പൊ 1 മാസം ആയിട്ടുള്ളൂ അല്ലേ. മുഖ്യമന്ത്രിയായി, അത് കഴിഞ്ഞ് തൂക്കിയായി, ഇപ്പൊ യഥാർത്ഥത്തിലായി. ഒറ്റ മാസം കൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. ഇനിയും എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ തന്നെ 6 മാസം എന്ത് ചെയ്യാം, നമ്മൾ കാത്തിരുന്നാൽ ഇന്ന് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ UDF-ന് അനുകൂലമായി എഴുതിയ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകന്മാരും ആ സംഭവം ഇപ്പോൾ നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ ഒരു വലതുപക്ഷ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ പിൻബലമുണ്ട്. അതുകൊണ്ട് ഒരു താൽക്കാലികമായി കാണുന്ന പ്രതിഭാസങ്ങൾ അത് സ്ഥിരമായ പ്രതിഭാസമാണ് എന്ന് കാണണ്ട. ഇനി CIQ-ന്റെ സമരങ്ങൾ, അതിനാണ് ഇവിടെ രാജ്യത്ത് പറഞ്ഞ കാര്യം, സംഘടനയെ ദൃഢീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. മെമ്പർമാരെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ചുമതല കൂടിയാണ്. ഈ 2 കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നല്ല രാഷ്ട്രീയം നമ്മുടെ തൊഴിലാളികൾക്കിടയിൽ നമുക്ക് വളർത്തിക്കൊടുക്കാൻ കഴിയും. സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഓരോ ദിവസവും വേണ്ടിയിട്ടുള്ള നിലപാട് വന്നു. അതിൽ ഓഫീസിൽ പഠിക്കുന്നത് കുടുംബശ്രീക്കാരെ ഒരു ഘട്ടമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഈ ബാക്കിയുള്ളവരെ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് 3 മാസത്തിനുള്ളിൽ എല്ലാവരെയും തിരിച്ചുകൊടുക്കും. ക്ഷേമനിധി ഓഫീസുകളിൽ ജോലി ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യണം. അതിനകത്ത് ഈ തന്നെ ഞാൻ എന്നോട് 2 മിനിറ്റ് അവസ്ഥ പറഞ്ഞ 2
അതായത് തെരഞ്ഞെടുപ്പിന്റെ നമ്മളൊക്കെ ആളുകളൊരു ഇത് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് പെട്ടിയിലായി റേഡിയോയിൽ അതിജീവിച്ച് മുന്നോട്ട് പോയൊരു കാലഘട്ടം, ആ കാലഘട്ടങ്ങൾ അനുസ്മരിക്കുന്ന നിലയിലേക്കുള്ള തീക്ഷ്ണമായ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് ഈ ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സജ്ജമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് സഖാവ് രാഘവേട്ടനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതിലൂടെയാണ് സഖാവ് രാഘവേട്ടൻ നമ്മൾ ഓരോരുത്തരിലേക്കും പുതിയ തലമുറകളിലേക്കും രാഘവേട്ടൻ ഇങ്ങനെ എന്ത് ചെയ്യാണ് മറ്റുള്ളവരിലേക്ക് പകർന്ന് തീർച്ചയായും ഒരു അഗ്നിയായി പോരാട്ടത്തിന്റെ പോർമുഖങ്ങളിലെ അഗ്നിയായി സഖാവ് രാഘവേട്ടൻ മാറും. ആ മാറ്റത്തിന് ഈ ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അഭിമാനമായ പ്രവർത്തനങ്ങൾക്ക് ദൂരം കൊടുത്ത സഖാവ് രാഘവേട്ടന്റെ പ്രോജ്വലമായ സ്മരണകൾ നമ്മുടെ നെഞ്ചിനകത്തുണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ട്രേഡ് യൂണിയൻ സംഘടനയ്ക്കുണ്ടാകും. അതിന് കഴിയട്ടെ എന്ന് സഖാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പഠിക്കാനും ആ സമരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വപ്പെട്ട സമരമുന്നേറ്റങ്ങളെ കുറിച്ച് അറിയാനും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. കുറച്ച് ദിവസം മുമ്പ് വയനാട് ആശുപത്രിയിൽ രാഘവേട്ടന്റെ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംബന്ധിച്ചു വരികയാണ്. സഖാവ് ശ്രീരാമചന്ദ്രൻ ഇന്നത്തെ അനുസ്മരക്കുറിപ്പിൽ പറഞ്ഞൊരു കാര്യം, പോരാളിയായ രാഘവേട്ടന്റെ ആദ്യകാലങ്ങളിൽ സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള ഐക്യത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കാണ് വലിയ പ്രാധാന്യം നൽകിയിരുന്നത്. സഖാവ് അപ്പേട്ടൻ തെളിച്ചാണ് പറഞ്ഞത്. അപ്പേട്ടൻ വേടകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോഴത്തെ അച്ഛൻ അപ്പോഴത്തെ പേര് നാരായണൻ എന്നായിരുന്നു. ഒരു ദിവസം അപ്പോഴത്തെയും കൂട്ടി അച്ഛൻ വാഴുന്നവരെ കണ്ടപ്പോൾ വാഴുന്നവർ ചോദിച്ചു മകനെന്താ പേരിട്ടത്. വാഴുന്നവർ പറഞ്ഞു, അപ്പോഴത്തെ അച്ഛൻ പറഞ്ഞു നാരായണൻ എന്നാ പേരിട്ടത്. പെട്ടെന്ന് തന്നെ ക്ഷുഭിതനായ വാഴുന്നവർ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ എന്ത് പേരിടും എന്ന് ചോദിച്ചു. ജപിതത്തിന്റെ ഒരു ഊങ്കാണ് കാണിച്ചത്. അതോടെ അപ്പയുടെ അച്ഛൻ നാരായണ എന്ന പേര് മാറ്റി അപ്പ എന്ന പേര് മാറ്റി അപ്പ എന്ന പേര്. ആ തരത്തിൽ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. രാഘവേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ഹോട്ടലിൽ ചിരട്ടയിൽ ചായ കൊടുക്കുന്നതിനുള്ള സമരം. ആ കാലഘട്ടത്തിൽ ജന്മിത്വത്തിൻ്റെതായിട്ടുള്ള പോരാട്ടത്തിൽ പ്രത്യേകിച്ച് ഐക്യത്തിൻ്റെതായിട്ടുള്ള സമരമുഖത്ത് രാഘവേട്ടൻ ശക്തമായി നിലകൊണ്ടു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് രാഘവേട്ടനെ കുറിച്ച് പഠിക്കാറുണ്ട്, രാഘവേട്ടനെ കുറിച്ച് അറിയാറുണ്ട്, രാഘവേട്ടനെ മാതൃകയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തമായ അർത്ഥങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ ഇന്ത്യൻ ഇടതുപക്ഷ തൊഴിലാളികളുടെ പ്രസ്ഥാനം നേരിടുന്ന വലിയ വെല്ലുവിളികൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കെല്ലാം കരുത്തു പകരാൻ രാഘവേട്ടന്റെ സമര പോരാട്ട വീര്യവും അദ്ദേഹത്തിന്റെ പിടിക്കുന്ന ഓർമ്മകളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുക. കാസർഗോഡ് നഗരത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ സ്വാഗതസംഘത്തെ രൂപീകരിച്ചതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ അതിന്റെ കമ്മിറ്റി യോഗം ഇപ്പോൾ ഇവിടെ നടക്കും. നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, CITUവിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കാസർഗോഡ് ഏരിയയിൽ വന്ന എല്ലാ CITU പ്രവർത്തകരും, മുതുമ CITU ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഇത്രയും സുഖാക്കൾ ഇവിടെ ഇരിക്കണം. ബാക്കിയുള്ളവർക്ക് ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ ഈ രാഘവേട്ടൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സുഖാക്കളെയും ജൂലൈ 12 രാവിലെ പ്രഭാതവേദി 7 മണിക്ക് കാസർഗോഡ് ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടക്കും. ജില്ലാ കമ്മിറ്റി ഓഫീസ് പതാക ഉയർത്തും. വൈകുന്നേരം
അനുസ്മരണ പ്രഭാഷണം ചെറുക്കളയിലാണ്. സദ്ഭാവന ഹോൾ, ചെറുക്കളയിൽ നടക്കുന്ന സദ്ഭാവന ഹോളിൽ നടക്കുന്ന പരിപാടിയിൽ എല്ലാ സഖാക്കളും പങ്കെടുക്കാൻ, എല്ലാ യൂണിയന്റെ പ്രവർത്തകരും പങ്കെടുക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പരിപാടി ആദ്യം നടന്നുകൊണ്ടാണ്. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. ചങ്കുറപ്പിനുള്ളിലായി ചെത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത
ചെങ്കൊടി ചന്ദ്രമോടെ പാറിടുന്നു നല്ല നാടിനാം ലാ സലാം 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 ലാ സലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽ സലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽ സലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്ദ്രമോടെ പാറിടുന്നു നല്ല നാടിനാം ലാൽ സലാം 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 ലാൽ സലാം. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.